ജോസഫ്, ഈ നിൽക്കുന്ന ലിൻഡായെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ലിൻഡ, ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ. മോളെ, അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ. അപ്പൊ എനിക്കെന്താ പള്ളിയിൽ വേറെ അതൊക്കെ പേരില്ലാത്ത? പിന്നെ പറയാം. അച്ഛാ, കണ്ടിന്യൂ. ലിൻഡ, ഈ നിൽക്കുന്ന രോഹനെ അല്ല ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ഒരുപാട് സമ്മതമാണ്. മോളെ വളരെ ലാളിച്ചു വളർത്തിയതുകൊണ്ടേ കുസൃതി കുറെ കൂടുതലാണ്. ചുമ്മാരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥന നീ ധൈര്യമായിട്ട് കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യേ. ഞാനല്ലേ പറയണേ. ആ എന്തോ സ്റ്റാമ്പ് പേപ്പറിൻ്റെ പൈസയൊക്കെ ഞാൻ നാളെ തരാടോ. ആ പറയും പോലെ ചെയ്യേ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബെസ്റ്റ് വിഷ്. താങ്ക് യു. ലിൻഡ, ജോസഫിന് ഇണയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ. ഇണയാവനും തുണയാവനും ഓക്കെ, പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. മോള് വലിയ കോമഡിയാ. ആ മോനെ റോഹ, ഇങ്ങോട്ട് വാ. ഹായ് ലിൻഡ. ഹായ് മമ്മി, ഇത് ചെഗു. ഇതാണ് ചെക്കൻ. നല്ല ഗ്ലാമർ അല്ലേ? ഇത് ചെഗു, പുന്നാര ഫ്രണ്ടാ. ബാ, നമുക്ക് ഫോട്ടോ എടുക്കാം. രോഹൻ, സ്മൈൽ. ഇനി വേറെ പോസ്. കർത്താവേ, ചെറുത്താൻ. അജു, ഫാദർ വന്നില്ലേ? അതെ, അങ്ങോട്ട് ഡാഡി, ഇത് ഫോട്ടോ. അങ്ങോട്ട് പോയിക്കോ. ആ നടക്കാം. പിന്നെ കാണണേ. പിന്നെ കണ്ട. ഇതെന്താ? ഒന്ന് അടങ്ങി നടക്ക കൊച്ചെ. മമ്മി, എനിക്ക് വിശക്കുന്നുണ്ട്. അങ്ങ് കഴിക്കാവല്ലോ. ഇച്ചയ, ഒരു കാര്യം പറഞ്ഞ വഴക്ക് പറയരുത്. അമ്മച്ചി വീട്ടിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. നമുക്കെന്താ വീട് വരുന്നു പോയി. ഇനിയിപ്പൊ ഞാനായിട്ട് നിങ്ങളാരും വിഷമിപ്പിച്ചൊന്നും വേണ്ട. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോ. ഞാനിന്ന് അവരുടെ കൂടെ പോട്ടെ. ഇച്ചയ വരില്ലേ? വന്നേക്കണേ. ഫുഡ് എടുത്തോളാൻ പറഞ്ഞു. ലൈറ്റ് ഓൺ ആക്കണോ പോയെ? ബ്ലോക്കിലൊന്നും പറ്റുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോകാവൂട്ടോ. മോളെ നേരെ നിൽക്കണം. നീ വന്നു. എല്ലാവരും ചേർന്നു. ആ സമയായി, സാറിന് വേഗം പോണം. എല്ലാവരും കഴിച്ചിട്ട് ഫോട്ടോ എടുക്കണ മമ്മി, വിശക്കുന്നു. ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. ഗസ്റ്റുകൾക്കൊക്കെ തിരിച്ചു പോകാനുള്ളതല്ലേ? ഫോട്ടോ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കും. അത് മതി. പറ്റില്ല, ഇപ്പൊ തന്നെ വേണം. മോളെ പറയുന്ന കേൾക്ക്. അങ്ങനെയാണ് ആരും മോളെ നിർബന്ധിക്കണ്ട. നമുക്ക് പോയി കഴിച്ചേച്ചും വരാം. വാ മോളെ. ചക്കര മമ്മി. വാ മോനെ. ആ ഹലോ, നമസ്കാരം. അതെ, ഞങ്ങളൊന്ന് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അവിടെ ഇരിക്കും കേട്ടോ. എന്റെ ഒപ്പം കഴിക്കണേ. ഓ ശരി. മോള് പതുക്കെ ഇറങ്ങും.
സംഗതി ഇവ വിദേശിയാ. ഇതൊരു പോഷ് സെറ്റപ്പുവാ. എന്നിരുന്നാലും ആ പഴയ സുഖം ഇല്ല. പിന്നല്ലാതെ പണ്ടൊക്കെ കല്യാണ വീടിന്റെ പറമ്പിൽ ഏതെങ്കിലും മൂലയിൽ വാറ്റുണ്ടാവും. ടച്ചിങ്സിനായിട്ട് വാഴയിലയില് എല്ലും കപ്പയും. ഓ, അതൊക്കെ എന്തൊരു സുഖമായിരുന്നു എന്റെ മാത്തച്ച. എന്നാ ഓഞ്ഞ പാട്ടാ ഇവര് വായിക്കുന്നേ? അത് ഏർപ്പാടാക്കിയതേ ഇവിടുത്തെ കഞ്ചാവ് സ്വാമിയാ. എത്ര നാളായി അളിയ അളിയനെ ഇങ്ങനെ കണ്ടിട്ട്? ഇപ്പോഴല്ല എന്റെ ശ്വാസം നേരെ ഇവിടെ. സത്യം പറഞ്ഞാലേ കാശിലും സ്വത്തിലൊന്നും ഒരു കാര്യം മനസ്സമാധാനമാണല്ലോ അല്ലേ? പിന്നെ ആ റജി പോരെ? ഫാമിലി ഒന്നും ഇല്ലടാ. ഹായ് റോയ്. പറയാൻ വൈകി എന്തോ എന്താ കഴിക്കുന്ന? ഒന്ന് വന്നേ. ഉമ്മച്ച ഞാനൊന്ന് ഫിനിഷ് ചെയ്യിച്ചു. അതൊക്കെ പിന്നെ തീർക്കാം. നീ വാ വാ. ഞാനൊന്ന് തീർത്തോട്ടെ. ഞാൻ പറയുന്നത് കേൾക്ക്. അതൊക്കെ പിന്നെ തീർക്കാം. ഒരു അത്യാവശ്യക്കാരുണ്ട്. ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല. ഞാൻ ഇപ്പം തന്നെ വിടാം. 5 മിനിറ്റ് വാ. എന്നതാ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കണേ. നീ വാ. സാർ എന്താ വേണ്ടത്? എന്തെങ്കിലും എടുക്ക്. ദാ, നോക്ക്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഇല്ലേ? ഒന്നുമില്ല. ഇതൊക്കെ ഇവിടുത്തെ ലാളിച്ചോളത്തിന്റെ കുഴപ്പമാണ്. നിങ്ങളായിട്ട് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കരുത്. ആ ഹലോ മാത്യു. വേണ്ട, നിന്റെ കഴിച്ചു. അടുത്ത വാരം ആക്ച്വലി ബെൻഡ് ആയിരുന്നല്ലേ? ഹായ് ഹായ്. ഹലോ. റെഡിയല്ലേ? നല്ല രസമുണ്ടല്ലേ? കാശ് കുറെ പൊടിച്ചിട്ടുണ്ട്. ആഹാ മോളി. ആഹാ എല്ലാം ഉണ്ട്. ഒത്തിരി നാളായി എല്ലാം Only echoes passing through the night. The lines on my face, your fingers once traced, fading reflection of what was. Thoughts rearrange, familiar now strange. All my skin is drifting on the wind. ഇവിടെ വരത്തില്ലെന്നാ ഞാൻ വിചാരിച്ചേ. Spring brings the rain. When winter comes pain, every season has an end. അവൻ ഗൂഗിളിലെ വർക്ക് ചെയ്തു. I try to see through the disguise, കുറച്ചുപേരുണ്ട് ഇവിടെ. but the clouds were there, blocking out the sun. The sun. കഴിച്ചിട്ടുണ്ട്. ആ അപ്പം ശരി. ആ
കഴിച്ചല്ലോ അല്ലേ? ഞാൻ വന്ന് വേറൊരു കാര്യം പറയാം. അളിയ നമ്മുടെ റിൻസിയുടെ ബ്രദർ കഴിച്ചായിരുന്നോ? കഴിച്ചു. ഞാൻ ആക്കി തരാം. Thoughts rearrange. Familiar now strange. All my skin എന്നാ അളിയ? അതൊക്കെ നാളെ പുള്ളിയായിട്ട് എങ്ങനെ പരിചയം എന്നുള്ളതാ. അതും കൂടെ എടുക്ക്. സംസാരം കണ്ടപ്പോ നിങ്ങൾ ഫ്രണ്ട്സാന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം എല്ലാവരോടും അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. അയാൾ ആരായാലും പക്ഷെ കുറെ നേരമായിട്ട് അളിയന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. നീ അയാൾ മാർവാടിയുടെ ആളെന്നാണോ? ഏയ് അതൊക്കെ ഞാൻ പണ്ടേ സെറ്റിൽ ചെയ്താ. There's an end. There's an end. പൊയ്ക്കോളൂ. അതെ, ഇതൊരു കല്യാണ വീടാ, മരണ വീടല്ല. ചിരിച്ച് പ്ലസന്റ് ആയിട്ട് ഇവിടെ എപ്പോഴും നിൽക്കാൻ, മനസ്സിലായില്ലേ? ആ, അത് ആ ടേബിളിൽ കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുത്തേ. താനെന്താ ഇവിടെ എപ്പോ എന്നാ വാ, ഇങ്ങോട്ട് വാ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ഭാര്യയും കുട്ടികളൊക്കെ ഒന്നും വന്നില്ലേ? ഓ, അവര് ഭക്ഷണം കഴിക്കണം. കഴിച്ചോട്ടെ, അവരെ ബുദ്ധിമുട്ടില്ല. ഹായ് വൺസ് മോർ. മോളെ കഴിക്ക്. ഒന്ന് ശ്രദ്ധിച്ചോ. എന്റെ കർത്താവ്, ഇതെന്തുവാണോ നീ കാണിച്ചേ? ദേ ഇപ്പൊ ക്ലിയർ ചെയ്യാട്ടോ. ഹരീഷ, അവിടെ കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുക്ക്. അപ്പൊ കൊടുക്കാം. ഇതൊക്കെ ഞാൻ ശരിയാക്കുന്നു കേട്ടാ. ക്ലീൻ ചെയ്യടാ. ചേട്ടാ ഈ പ്ലേറ്റും കൂടെ പൊട്ടിക്കാം. ആ മോളെ കഴിച്ചു കഴിഞ്ഞാലേ പോയി കൈ കഴിയിട്ട് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. വാ. മോനെ ആന്റി ഇതെങ്ങോട്ടേ ഓടുന്നു? ഫിലോമിന, എത്ര നാളായി നിന്നെ ആ കണ്ടിട്ട്? എത്ര കാലായി. സുഖായിരിക്കുന്നു. ആ, കഴിച്ചായിരുന്നോ? ഇല്ല, ഇപ്പൊ വരുന്ന വഴിയാ. ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട് ഒത്തിരി നാളായില്ലേ. മോനൊക്കെ അപ്പൊ പരിചയക്കാരെയൊക്കെ കാണട്ടെ, എന്നിട്ടാവാൻ ഭക്ഷണം. സുഖം സുഖായി. ഓ, അവൾക്ക് എന്നാ ഇപ്പൊ എവിടുന്നാ വരുന്നേ? കുരിച്ചന്റെ അവിടുന്ന്, പള്ളിക്കകത്തോട്. ആ, ആ മോളെ സുഖാന്നോ? ഇപ്പൊ കല്യാണത്തിന് വന്നോണ്ട് ഒന്ന് കാണാൻ പറ്റി. അയ്യോ, കല്യാണം കൂടാൻ ഒക്കത്തില്ല. ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തല്ലയോ. തിരിച്ചു കൊണ്ടുപോയോ? ജെയിംസ് എന്നാ നാട്ടിൽ വരുന്നേ? അടുത്ത മാസം വരും. ആ, അതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ മനസ്സമ്മതമായി വന്നേ പറ്റുന്ന വാശിയിലായിരിക്കും. അപ്പൊ വരാം. കഴിച്ചിട്ട് ഒറ്റയ്ക്കേ പോവാം. അനങ്ങരുതേ. ഇതൊക്കെ ഭയങ്കര ബോറിംഗാ. അല്ല കുട്ടി, ഒരു ആൽബത്തിൽ ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ വേണം. അതൊക്കെ പിന്നെ ചെയ്യാം. ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. വേഗം നടക്കണം ഇങ്ങോട്ട്. ആ റിഫ്ലക്ടർ എടുത്ത് അങ്ങോട്ട് വെച്ചേ. അല്ല, അത് അച്ഛനറിയാവുന്ന ഇതല്ല, ഇത്ര ഉണ്ടാവാറില്ലല്ലോ. സത്യം പറഞ്ഞു, എന്താ സംഭവിച്ചത്? അച്ഛൻ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പറ, എന്താ ഉണ്ടായി? അതെ അച്ഛായ, ഈ തിരക്കിന്റെ ഇടെ ഞാനുള്ള മരുന്ന് കൊടുക്കാൻ.
നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല അവളുടെ മരുന്ന് മറക്കാൻ പാടില്ലെന്ന്. കഴുതേ. ഇനിയിപ്പോ അവളെ മമ്മി ലിഫ്റ്റ് വേണോ? ഇനിയിപ്പോ അവളെ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? പറ്റിയതൊക്കെ പറ്റി. ആരെങ്കിലും വിളിച്ച മരുന്നൊന്ന് എത്തിക്കാൻ പറഞ്ഞു. ഇവിടെ ഇരിക്കടി. എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ പൂക്കളുണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് വേണ്ട പ്ലീസ്. മമ്മി മോളെ മോളെ മതിയാക്ക്. റോഹൻ ക്ഷീണിച്ചു കണ്ടില്ലേ? മതി. ഡാഡി പറഞ്ഞു കേട്ടില്ല. അവിടെ പൂക്കളുണ്ട്. എന്നാ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. 12 വർഷം മുമ്പ് അപ്പച്ചനോട് സംസാരിക്കാൻ വരാമെന്ന് പറഞ്ഞ ആളെ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അതും ഇങ്ങനെ. നിനക്ക് എന്താ രാജ പറ്റിയേ? നിനക്കെന്ത് എങ്ങനെയാണ് എന്നെ ചതിക്കാൻ തോന്നിയേ? ഹായ് ആൻറ്റി. ഹായ്. പോട്ടെ. ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല ലിസി. ലിസി പറഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ അപ്പച്ചനെ കാണാൻ പോയി. പക്ഷേ വീട്ടിലേക്കെന്നും പറഞ്ഞ് എൻ്റെ അപ്പച്ചനെ കൊണ്ടുപോയത് ഗോഡൗണിലേക്കാണ്. പിന്നീടുള്ള 8 മാസം എൻ്റെ ജീവിതം പല പല ആശുപത്രികളിലായിരുന്നു. ഒടിയാത്ത ഒരു എല്ല് പോലും എൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല. രാജനന്ന് വന്നില്ല എന്നാണല്ലോ അപ്പച്ചനെ എന്നോട് പറഞ്ഞേ. അത് നീ വിശ്വസിച്ചു. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ലിസി ആ അമ്മച്ചി വരുവാ. അതെ അല്ലേ? മറ്റേ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. ചാനലുണ്ടായിരുന്നു. ആളിപ്പോ ദുബായിക്ക് പോയി. അന്വേഷണം പറയും. അളിയ അയാൾ അത്യാവശ്യമായിട്ട് അളിയനെ കാണണമെന്ന് പറയുന്നുണ്ട്. അയാൾ ആരാക്കെ എന്നാ വേണ്ടേ? ആളാരെങ്കിലും കക്ഷി അത്ര വെടിപ്പല്ല. ഒരു കാര്യം അയാളുടെ ഓഫീസിൽ നിന്നിരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് വരാം. എന്താ കുട്ടിയുടെ പേര്? മാളവിക. ഏ? മാളവിക. മാളവിക. കാണുന്നില്ലല്ലോ, വളരെ ഷൈ ആണല്ലോ. എവിടെ വീട്? കൊച്ചി. ആ കൊച്ചി. ഞാൻ കൊച്ചിയിലൊക്കെ വരാറുണ്ട്. നമ്പർ എന്ന് പറയൂ. ഇല്ല. ഞാൻ ശല്യക്കാരനല്ല. എൻ്റെ നമ്പർ തരട്ടെ? വേണ്ട. കേട്ടല്ലേ? വേണോ?